വ്യതിയാനം വെല്ലുവിളി ഉയർത്തുമ്പോഴും പരമ്പരാഗത നെൽകൃഷിയെ കൈവിടാതെ വയനാട്ടിൽ ഗോത്ര വിഭാഗങ്ങളുണ്ട്. കുറിച്യ തറവാടുകളിൽ തറവാട്ടിലെ മുഴുവൻ അംഗങ്ങളും ഒത്തുചേർന്നാണ് നെൽകൃഷി ഇറക്കുന്നത്. ഇടവക പെരിഞ്ചോല കുറിച്യ തറവാട്ടിലെ പരമ്പരാഗത കൃഷിക്ക് പിന്തുണയുമായി ഇത്തവണ പഞ്ചായത്തും കൃഷിവകുപ്പുമുണ്ട്. അടുത്ത കാലം വരെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ കഴിഞ്ഞിരുന്നവരാണ് വയനാട്ടിലെ കുറിച്യ സമുദായം. പലരും അണുകുടുംബങ്ങളിലേക്ക് മാറി തുടങ്ങിയെങ്കിലും നെൽകൃഷിക്കായി പാടത്തിറങ്ങുന്നത് ഇപ്പോഴും ഒരുമിച്ചാണ്. ഇടവക എള്ളുമന്നത്തെ കുറിച്യ തറവാട്ടിൽ 6 ഏക്കർ പാടത്താണ് എല്ലാവരും ചേർന്ന് കൃഷി ഇറക്കുന്നത്. ഇത്തവണ ഇടവക പഞ്ചായത്തും കൃഷിവകുപ്പും ഇവർക്ക് പിന്തുണയുമായി ഉണ്ട്. ഞാറുനടൽ ഉത്സവമായ കമ്പളനാട്ടിൽ ഉഷാ വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ വയലേലകൾ ഉണ്ടായിരുന്ന ഒരു ജില്ലയും കൂടിയാണ്, പൂർണ്ണമായും കാർഷിക ജില്ലയും കൂടിയായിട്ടുള്ള വയനാട്ടിൽ കൃഷി നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും വളരെ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും, കൃഷി എന്ന തലത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷി മുന്നോട്ട് പോകുന്നതിന് എല്ലാവരുടെയും സഹകരണം ഈ ഒരു അവസരത്തിൽ ഉണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം പലരും നെൽകൃഷി ഉപേക്ഷിക്കുമ്പോഴും ആദിവാസി വിഭാഗങ്ങൾ പരമ്പരാഗത കൃഷി കൈവിടാൻ ഒരുക്കമല്ല. കൃഷിയോട് മടുപ്പ് തോന്നുന്ന ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചു വന്ന തലമുറയെ വീണ്ടും നമ്മുടെ പാരമ്പര്യമായ കൃഷിയിലേക്ക് ഇറങ്ങി വരാനുള്ള മനസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയും നല്ല ഭക്ഷണം, വിഷരഹിതമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. വയനാട്ടിലെ പരമ്പരാഗത വിത്തായ വെളിയനാണ് പെരിഞ്ചോലപ്പാടത്ത് കൃഷി ചെയ്യുന്നത്. 300-ലധികം അംഗങ്ങളാണ് പെരിഞ്ചോല തറവാട്ടിലുള്ളത്. തറവാടിന്റെ പൊതു ഉടമസ്ഥതയിലുള്ള പാടത്ത് കൃഷി ചെയ്യുന്ന നെല്ല് ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷി ചെയ്യുന്നവരും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരുപാടുണ്ടെങ്കിലും നെൽകൃഷിക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ താരതമ്യേന കുറവാണ് എന്ന് തന്നെ പറയാം. പക്ഷെ അവിടെയാണ് കുറിച്യ വിഭാഗം ശരിക്കും വ്യത്യസ്തരാകുന്നത്. അവർ കുടുംബമായി ഒന്നിച്ചെത്തി ആ ഒരു പാരമ്പര്യ തനിമ അതേപടി തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കട്ട സപ്പോർട്ടായി ഇത്തവണ എന്തായാലും പഞ്ചായത്തും ഒപ്പമുണ്ട്, കൃഷിവകുപ്പും കൂടെ ഉണ്ടല്ലേ? വയനാട്ടിൽ പലയിടത്തും നെൽകൃഷി ആളുകൾ ഉപേക്ഷിക്കുകയാണ്. കാരണം മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്നവരാണ് വയനാട്ടിലെ കർഷകരിൽ ഭൂരിപക്ഷവും. വലിയ ജലസേചന സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോഴും ഈ കുറിച്യ, കുറുമ, അടിയ വിഭാഗത്തിലൊക്കെ പെട്ട ആദിവാസി ഗോത്രങ്ങൾ, അതുപോലെ ചെട്ടിമാരെ പോലുള്ള പരമ്പരാഗത കർഷകരൊക്കെയാണ് ഇപ്പോഴും നെൽകൃഷി കൊണ്ടുപോകുന്നത്. ഈ കുറിച്യ സമുദായത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ കൂട്ടുകുടുംബമായാണ് അടുത്ത കാലം വരെ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ചിലരൊക്കെ വീട് വെച്ച് താമസമൊക്കെ കൂടുതൽ ആളുകളും മാറി. പക്ഷേ കൃഷിയുടെ കാര്യത്തിൽ അവരൊന്നിച്ച് പാടത്തിറങ്ങും. തറവാട് ആവശ്യത്തിനായി കുറച്ച് സ്ഥലം എപ്പോഴും ഒരു പൊതു സ്വത്തായി ഉണ്ടാകും. ഇവിടെ ഈ പെരിഞ്ചോല തറവാട്ടിൽ 6 ഏക്കർ പാടമാണ് അത്തരത്തിൽ മാറ്റിവെച്ചിരിക്കുന്നത്. അവിടെ എല്ലാവരും ഒരുമിച്ചാണ് കൃഷി ഇറക്കാൻ ഇറങ്ങുക. അവിടെ നിന്ന് കിട്ടുന്ന നെല്ല് കുത്തി അരിയാക്കി തറവാട്ടിലെ പൊതു ആവശ്യങ്ങൾക്ക്, ഓണവും വിഷുവും ഒക്കെ ഇപ്പോഴും തറവാട്ടിലെ മുഴുവൻ അംഗങ്ങളും ഒരുമിച്ചാണ് ആഘോഷിക്കുക. അതുപോലെ പുത്തരി, മറ്റ് ഉത്സവങ്ങളൊക്കെ പൊതുവായ ആഘോഷങ്ങളുണ്ടാകും. അതിനൊക്കെ എടുക്കുന്നത് ഈ അരിയാണ്. ഈ ഇവരുടെ സ്ഥലത്ത്, എല്ലാവർക്കും കൂടിയുള്ള സ്ഥലത്ത് നിന്ന് കൃഷി ചെയ്തുണ്ടാക്കുന്ന അരിയാണ്. അപ്പോൾ അവിടുത്തെ കൃഷി ജോലിക്ക് എല്ലാവരും ഒരുമിച്ച് ഇറങ്ങും എന്നുള്ളതാണ് ഇപ്പോഴത്തെയും രീതി. പരമ്പരാഗത വിത്ത്, വെളിയൻ ഒക്കെ പോലുള്ള വയനാട്ടിലെ പരമ്പരാഗത നെൽവിത്തുകളാണ് അവർ കൃഷി ചെയ്യുന്നതും ഇപ്പോഴും. അത് കാലാവസ്ഥാ വ്യതിയാനത്തെയും രോഗങ്ങളെയും ഒക്കെ പ്രതിരോധിക്കുന്ന പരമ്പരാഗത വിത്തുകളാണ് കൃഷി ചെയ്യുന്നത് എന്നതും ഒരു പ്രത്യേകതയാണ്. ഈ എല്ലാവരും ഒരുമിച്ച് ഇത്തരത്തിൽ പാടത്തിറങ്ങി ഞാറ് നടുമ്പോഴാണ് കമ്പളനാട്ടി എന്ന് പറയുന്നത്. അത് പല ഗോത്രങ്ങൾക്ക് പല രീതിയിലുണ്ട്. പണ്ടൊക്കെ കൃഷി ഇറക്കൽ ഒരുമിച്ച് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടി ജന്മിമാരൊക്കെ ഒരുമിച്ച് തൊഴിലാളികളെ ഇറക്കിയൊക്കെയായിരുന്നു കമ്പളനാട്ടി നടത്തിയിരുന്നത്. ഇപ്പോൾ ഈ ഗോത്ര വിഭാഗങ്ങൾ അവരുടെ ഒരു ആചാരം എന്ന നിലയ്ക്ക് പലയിടത്തും കമ്പളനാട്ടി നടത്തുന്നുണ്ട്. അത്തരത്തിൽ കമ്പളനാട്ടി നടത്തി കൂടിയാണ് പെരിഞ്ചോല തറവാട്ടിൽ ഞാറുനടൽ പൂർത്തിയാക്കിയത്. MLAയും പഞ്ചായത്ത് മനോഹരമായ ഒരു കൃഷി